നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ, സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകളാണ് നമ്മുടെ സരസ്വതി ക്ഷേത്രമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാത്രം കണക്കെടുക്കുകയാണ്. ഇന്ത്യയിൽ 23 IITകളാണ് ഇന്നേ വരെ ഉള്ളത്. അതിൽ 15ഓളം IITകൾ നെഹ്റുവിന് ശേഷമുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിച്ചിട്ടുള്ള കൂട്ടുകക്ഷി ഭരണങ്ങളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നെഹ്റു സ്ഥാപിച്ച IITകൾ കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, ഖരഗ്പൂർ, ഇങ്ങനെ നിരവധി IITകളാണ് നെഹ്റു സ്ഥാപിച്ചത്. ഇനി IIT അവിടെ നിൽക്കട്ടെ. IITക്ക് മുമ്പ് തന്നെ നെഹ്റു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്ഥാപിച്ചു. അന്ന് അതിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്തിനാണ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലവാരം ഉയർത്താനും അത് മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനെ പോലും ഞാനൊരു ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രമായിട്ടേ കണക്കാക്കുകയുള്ളൂ. കാരണം അവർ ഉറപ്പ് വരുത്തുന്ന നിലവാരത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ 15,000-ന് മേളിൽ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ടെന്നുള്ളതാണ് വസ്തുത. ഈ കോളേജുകളിൽ പഠിച്ചവരാണ്, ഈ കോളേജുകളിൽ ഈ ക്ഷേത്രങ്ങളിൽ വിദ്യാഭ്യാസം നേടിയവരാണ് നമ്മുടെ ഇന്ത്യയെ ആധുനികയിലേക്ക് കൈപിടിച്ച് നടത്തിക്കുന്നത്.